അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനോട് പറഞ്ഞ് നമ്മൾ പുറത്ത് പോയിട്ട് നിങ്ങൾ കഴിക്കാമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫുഡ് ക്രേവിങ്സ് വന്നു ഗൈസ്. ഫുഡ് ക്രേവിങ്സ് എന്ന് വെച്ചാൽ ഷവർമ്മ തിന്നാന്നിട്ടാണ് മനസ്സിൽ പ്ലാൻ ഉണ്ടായത്. അങ്ങനെയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ പ്ലാൻ മാറി. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ റൂം ലോക്ക് ഇട്ട് സേഫ് ആക്കണമല്ലോ ഫസ്റ്റ്. ഈ അപ്പാർട്ട്മെൻറ്റ് സേഫ് ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണമല്ലോ. ലോക്ക് ഇട്ട് നമ്മൾ ലിഫ്റ്റ് കയറുകയാണ്. പിന്നെന്താ, അങ്ങനെ ലിഫ്റ്റ് കയറുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ മോൾ ആ ബട്ടനെ ഓള് പ്രസ്സാക്കുന്നുണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ 2 മണിയായല്ലേ. അപ്പോൾ ദുബൈയിൽ പിന്നെ 2 മണിയായെങ്കിലും നാട്ടിലാണെങ്കിൽ ഈ സമയത്തെല്ലാം എല്ലായിടത്തും അല്ല, ചിലയിടത്ത് പോത്ത് പോലെയല്ല കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, കൂർക്ക വലിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും, ഇടിവെട്ടിങ് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഈടെ അങ്ങനെയല്ല. ഈടെ 2 മണിയായാലും പകൽ പോലെ തന്നെയാണ്, ആൾക്കാർ പോയിക്കൊണ്ട് വന്നുകൊണ്ട് എല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിചാരിച്ച് ഷവർമ്മ വേണ്ട. അവനോട് പറഞ്ഞു മിഞ്ഞാന്ന് തിന്ന ചിക്കനില്ലേ, അത് നല്ല പാങ്ങുണ്ടായി ഗൈസ്. ഞാൻ വെറുതെ ഇത് പെയ്ഡ് പ്രമോഷനൊന്നുമല്ല, പക്ഷേ സൂപ്പർ ഉണ്ടായി. അപ്പോൾ എൻ്റെ നാവൊന്നും ഇങ്ങനെ ഇപ്പോഴും വെള്ളം വരുന്ന എനിക്ക് അത് പറയുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടക്ക് തന്നെ പോവാൻ. അങ്ങനെയാണ് നമ്മൾ അടന്നെ അതിലെ പ്ലാന് എ ഫ്ലോപ്പായപ്പോൾ ബിക്ക് പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ പോയി. ആദ്യം ഫസ്റ്റ് സൂപ്പ് തന്നു. പക്ഷേ ഇന്ന് സൂപ്പ് അവിടെ എത്ര പാങ്ങുണ്ടായിട്ടാണ്. നോർമലി തീരുമ്പോൾ നല്ല പാങ്ങുണ്ടായിട്ട് ഇന്നെന്തോ എനിക്ക് ഇന്നത്തെ സൂപ്പ് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ്. എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ സമയം. എനിക്ക് ചിക്കനിൽ ഗൈസ് ഇത് ഒരു 1.5 അഡാറ് ഐറ്റമാവാം. അത് നിങ്ങൾ ചിലപ്പോൾ ടേസ്റ്റ് ആക്കിയെങ്കിൽ അറിയാം. എന്ന് വെച്ചാൽ സ്പൈസി ഉണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം മിക്സായിട്ട് ഒരു കോമ്പ് വരുന്നില്ലേ, ആ പോലത്തെ സംഭവമാണ്. അതെനിക്ക് വായിക്ക് വെച്ചത്രയില്ല, മതിയാകുന്നില്ല. വായി നല്ല രീതിക്ക് അങ്ങ് കരിയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിച്ചിട്ടില്ലേ, ഈ സ്പൈസി ആയിട്ട് വായി നല്ല രീതിക്ക് എരിച്ചലുണ്ട്. എന്നൊന്നും ഞാൻ നിർത്തിയിട്ട് അതിൻ്റെ കുടൽമാല തീരുന്നവരെയില്ലേ ഞാനതിനെ ഫിനിഷ് ആക്കിയേനെ. ഓക്കെ, കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. ആ മസാലയ്ക്ക് ഇങ്ങനെ ഡിപ്പാക്കിയിട്ടാകുമ്പോഴേ മസാലയെ നല്ല പങ്കിടും, നല്ല പെപ്പറെല്ലാം മിക്സ് ആക്കിയതെന്ന് തോന്നുന്നു. ഈ ഗ്രീൻ കളർ എന്തോ ഒരു പാങ്ങി മസാല. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ദുബൈയിൽ വന്നാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. എന്തോ ഒരു പാങ്ങ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫലാഫിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഈടുത്ത് ഫലാഫിൽ ടേസ്റ്റ് ആക്കണം വിചാരിച്ചിട്ടുണ്ടായി. ഞാനൊരു ഫലാഫിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി. ഫലാഫിൽ ഓക്കെ, ഭയങ്കരത്തിലില്ല, എന്നാലും ഓക്കെ, കഴിക്കാൻ പറ്റുന്ന രീതിക്കുണ്ട്. അപ്പം പിന്നെ അതും കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ പോകും. വായു നല്ല എനിക്ക് നീണ്ടെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ്. എന്നിട്ട് ഫൈനലി ആണ് നമ്മൾ വെള്ളം കുടിച്ച്. എന്നിട്ട് എല്ലാമായിട്ട് നമ്മൾ റിട്ടേൺ റൂമിലേക്ക് പോവാന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെയാണ്. ഒരു കുഞ്ഞു വിശേഷമാണ് നമ്മൾ പുറത്ത് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യണോ. ബൈ.